ചോദിക്കുന്നുള്ള അറിയാം. നിങ്ങൾ ചോദിക്കും, ആദ്യം ചോദിക്കുന്ന മൊത്തത്തിൽ ഇരുന്ന് ചെയ്യാൻ കഴിയുമായിരുന്ന ചില കാര്യങ്ങൾ പ്രോപ്പറായി ചെയ്തില്ല. അംഗങ്ങളെ കറക്റ്റ് സമയത്ത് ശാസിച്ചിരുന്നെങ്കിൽ, അവർക്കെതിരെ നടപടി എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ പരസ്പരം വിഴുപ്പലക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു എന്നാണ് പല അംഗങ്ങളും സൂചിപ്പിച്ചത്. അതല്ല, സേത പേരെടുത്ത് പറഞ്ഞിരുന്നു. ബാബു രാജ ആയിക്കൊള്ളട്ടെ, ഇടവേള ബാബു ആയിക്കൊള്ളട്ടെ, സിദ്ദിഖ് ആയിക്കൊള്ളട്ടെ, കുറ്റാരോപിതർ തിരിച്ചു വരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് തന്നെ അടക്കമുള്ള കമ്മിറ്റി രാജിവെക്കേണ്ടി വന്നത് എന്നുള്ളതാണ് സേത പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും നീക്കമുണ്ടായോ? അല്ല, ഇതില് ആദ്യമേ ഞങ്ങളെടുത്ത തീരുമാനം, ഇപ്പോൾ സുരേഷ് ഇന്നലെ ഉണ്ടായിരുന്നു, ഞങ്ങളെടുത്ത തീരുമാനം കുറ്റാരോപിതർ ഭാരവാഹി സ്ഥാനത്തിലേക്ക് വരാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളെടുത്ത തീരുമാനമാണ്. അത് ഏത് സാഹചര്യത്തിലായിരുന്നാലും ശരി. അത് നിങ്ങൾ തന്നെ ചോദിക്കുന്നുള്ള അറിയാം. നിങ്ങൾ ചോദിക്കും, ആദ്യം ചോദിക്കുന്നത് ഇങ്ങനെ കുറ്റാരോപിതനെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കമ്മിറ്റിയിലെടുത്തത് എന്ന ചോദ്യം മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും വരുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണ വിധേയരായിട്ടുള്ള ആരും തന്നെ അടുത്ത ഇലക്ഷനിലും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള ആൾക്കാരെ, അത് നിയമമില്ല, നിയമത്തിൻ്റെ പരിരക്ഷ അവർക്കുണ്ടാകും. പക്ഷേ ധാർമ്മികമായി അത്തരം കുറ്റാരോപിതർ ഒരിക്കലും മത്സരിക്കാൻ പാടില്ല എന്നതാണ് അമ്മയുടെ പൊതു തത്വം. അത് പാലിക്കാൻ ഇനി അടുത്ത ഇലക്ഷനും, ഈ അഡ്വ കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും കുറ്റാരോപിതർ മാറി നിൽക്കേണ്ടതാണ് എന്നാണ് അമ്മയുടെ പക്ഷം. ഇപ്പോഴത്തെ